ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്രോഡക്റ്റ്സ് അൺബോക്സ് ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. ഓൾറെഡി എല്ലാം അൺബോക്സ് ചെയ്തതാണ്, ഒന്നും കൂടി അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആദ്യം വരുന്നത് ഈ കാർമസിയുടെ ഒരു വാക്സ് ആണ്. ഇത് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തായിരുന്നു, വല്ലാത്ത ട്രൈ ആയിപ്പോയി. മനക്കെട്ടിയുള്ളവർ മാത്രം ട്രൈ ചെയ്യാം. എനിക്കിത് എന്തോ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇങ്ങനെ രോമൊക്കെ പറിച്ചെടുക്കുന്ന ഭയങ്കര പെയിനുമാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കി. പിന്നെ ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത്. കയ്യിൽ യൂസ് ചെയ്ത് നോക്കി, കൊള്ളാം. സംഭവമൊക്കെ കൊള്ളാം കേട്ടോ. പ്രോഡക്റ്റ്സ് ഒക്കെ നല്ല യൂസ് ആണ്, നല്ല വർക്കാണ്. പിന്നെ ഇതിനകത്ത് 3-4 മോയ്സ്ചറൈസിങ് വൈപ്സും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഒരു പാക്കറ്റിനകത്ത് 3 or 4 എന്തോ ഉള്ളൂ. അത് നമ്മൾ വാക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടതാണ് കേട്ടോ, നമ്മുടെ സ്കിന്നിന് കുറച്ച് ഇതാവാൻ വേണ്ടി. നെക്സ്റ്റ് വൺ ഒരു ഫേസ് സ്കാനഡയുടെ ഒരു സ്റ്റോപ്പ് ക്രീമാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തായിരുന്നു. ഇതിൻ്റെ റിസൾട്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ സാധനമാണ് കേട്ടോ. ഞാൻ ഈ അൺബോക്സ് ചെയ്യുന്ന സാധനമൊക്കെ കുറേ നാൾ തൊട്ടേ റിവ്യൂ ആഡ് ഒക്കെ വരുന്നതാണ്. എങ്കിലും എനിക്കിപ്പോഴാണ് ഇതൊക്കെ ഒന്ന് വാങ്ങാൻ പറ്റിയത്. എന്തായാലും ഇപ്പോൾ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ് കേട്ടോ. എൻ്റെ ഫേസിൽ ഇപ്പോൾ ഒരു മേക്കപ്പ് ഞാൻ ഇട്ടിട്ടില്ല, പൗഡർ പോലും ഇട്ടിട്ടില്ല. ഫേസ് വാഷ് ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് പൊട്ട് കേട്ടോ, അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. ഈ കവളും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. ഞാൻ കുറച്ച് കവിളിലും കുറച്ച് മൂക്കിലും ഒക്കെ ഞാൻ വാരി ഇടുന്നുണ്ട്. എനിക്ക് എന്തായാലും നല്ല റിസൾട്ട് തോന്നി. കണ്ടിട്ട് എനിക്ക് നല്ല എഫക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം കവളൊക്കെ വെറുതെ ഇരിക്കുന്ന കവിളിൽ ഇതൊക്കെ ഇടുമ്പോൾ കവിളിങ്ങനെ തിളങ്ങുന്ന എന്തോ നല്ലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. എങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര റേറ്റ് ഒന്നുമില്ല, ഒരു 200-നകത്തേ വരുന്നുള്ളൂ ഇതിൻ്റെയൊക്കെ റേറ്റ്. നെക്സ്റ്റ് വരുന്നത് കാർമസിയുടെ ഒരു അണ്ടർ ആം ക്രീമാണ് കേട്ടോ, റോൾ ഓൺ ആണ്. ഇത് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല, 1-2 ദിവസം യൂസ് ചെയ്തോളൂ. അപ്പോൾ എനിക്കതിൻ്റെ റിവ്യൂ ഒന്നും പറയാൻ പറ്റത്തില്ല, ഇനി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ അങ്ങനെ. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്തിട്ട് പറഞ്ഞുതരാം. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഡ്രാഗൺ പൗഡറാണ്, നമ്മുടെ ഫേസിലിടുന്ന നോർമൽ പൗഡർ. അതും ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല, എങ്കിലും അടിപൊളിയാണ് ഈ സംഭവം. ഞാൻ ഒരു ദിവസം യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. ഒരു മിററൊക്കെ വരുന്നുണ്ട്. കിടക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്ത് നോക്കിയില്ല. മേ ബി ഇനി ഗെറ്റ് റെഡി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഇതും ഒരു കിഡിലെ സാധനമാണ് കേട്ടോ. ഇത് മാർസിൻ്റെ ഒരു മസ്കാരയാണ്. ഇത് കിഡിലോ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. പിന്നെ അതിൻ്റെ പാക്കേജും ആ ബോട്ടിലിൻ്റെ ആ മോഡൽ അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ യൂസ് ഞാൻ ഒറ്റ വട്ടം യൂസ് ചെയ്തോളൂ, എൻ്റെ ഫേവറേറ്റ് ആയിട്ടോ ഇത്. ഇനി ഞാൻ എപ്പോഴും ഇത് മാത്രമേ വാങ്ങത്തുള്ളൂ. ഇതിൻ്റെ ബ്രഷൊക്കെ അടിപൊളിയാണ്. ഇത് ഞാൻ ലാഷിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, അപ്പം തന്നെ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നോക്കിയാൽ മതി, കണ്ടോ? ഈ ഐലാഷും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പം ബാക്കി ഞാൻ റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് പനിയാണ് ഗൈസ്, അപ്പം എൻ്റെ സൗണ്ടൊക്കെ പോയി. എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമ്മുടെ ചാനലിൽ സബ്ബൊക്കെ ഒരുപാട് വരാനുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.